ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ആഴിമല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആഴിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ്. ഇവിടെ നിന്നും 800 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ക്ഷേത്രാങ്കണത്തിലെത്താം. അങ്ങ് അകലെയായി ആ കാണുന്നതാണ് ആഴിമല ക്ഷേത്രം. പടുകൂറ്റൻ ആൽമരവും അതിൻ്റെ തൊട്ടു പുറകിലായി ഗംഗാധരേശ്വരൻ്റെ മനോഹരമായ ശില്പവും കാണാം. ക്ഷേത്രം നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണാഭമാണ്. ശില്പവേലകൾ ചെയ്ത മകുടങ്ങളും കൊത്തുപണികൾ ചെയ്ത മനോഹരമായ കൊച്ചു കൊച്ചു ശില്പങ്ങളും ഇവിടെ കാണാം. ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. ഗംഗാധരേശ്വര പ്രതിമ അടുത്ത് കാണുന്നതിനായി ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ₹20 ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് കടക്കാം. കൗണ്ടറിന് തൊട്ടു മുൻപിൽ തന്നെ ഗംഗാധരേശ്വര ശില്പത്തിന്റെ മിനിയേച്ചർ കാണാം. ടിക്കറ്റ് എടുത്ത് നമ്മളിപ്പോൾ ഗംഗാധരേശ്വര പ്രതിമയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ദൂരെ കാണുന്നതിലും മനോഹരമാണ് ഈ ശില്പം. അടുത്ത് കാണുമ്പോഴാണ് ശില്പത്തിന്റെ ഗാംഭീര്യവും മനോഹാരിതയും നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ശില്പി ആഴിമല സ്വദേശി കൂടിയായ ശ്രീ PS ദേവദത്തനാണ്. കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ പ്രതിമയുടെ ഭംഗി വർണ്ണനാതീതമാണ്. ഈ ശില്പത്തിന്റെ ഓരോ ഞരമ്പുകളും പേശികളും പോലും വളരെ കൃത്യതയോടുകൂടിയാണ് ശില്പി ആലോകനം ചെയ്തിരിക്കുന്നത്. ഗംഗാദേവിയെ ശിരസിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനാലാണ് ഈ ശില്പത്തിന് ഗംഗാധരേശ്വര ശില്പമെന്ന് പറയുന്നത്. അറബിക്കടലിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഈ ശില്പം കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏകദേശം 18 മീറ്റർ ഉയരമുണ്ട് ഈ ശില്പത്തിന്. 2014 ഏപ്രിൽ 2 പണി തുടങ്ങി 2020 ഡിസംബർ 30 പൊതുജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുത്തത്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച കടലോരമാണ് ഈ ആഴിമല. സ്വദേശികളും വിദേശികളുമായ ഒട്ടനവധി സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഈ കടലോരം. വിഴിഞ്ഞൻ തുറമുഖത്തോട് അടുത്ത് കിടക്കുന്നതിനാൽ ധാരാളം ചെറുതും വലുതുമായ കപ്പലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നട്ടുച്ചയ്ക്ക് പോലും ധാരാളം സഞ്ചാരികളെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാധരേശ്വര ശില്പത്തിന്റെ വടക്കു ഭാഗത്തുള്ള മനോഹര ദൃശ്യങ്ങളാണ്. ഇവിടെ എത്തിച്ചേരാനുള്ള വഴി ഞാൻ പറഞ്ഞില്ലല്ലോ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 100 മീറ്റർ പടിഞ്ഞാറ് വശത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് പൂവാർ ബസ്സിൽ കയറി ആഴിമല സ്റ്റോപ്പിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഓട്ടോയിലോ നടന്നോ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെത്താം. ചുരുക്കം ചില സമയങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും ആഴിമലയിലേക്ക് നേരിട്ട് ബസ് ലഭിക്കുന്നതാണ്.
ഈ ക്ഷേത്രത്തിന്റെ തെക്കു വശത്തുള്ള ബീച്ചാണ് നമ്മൾ ഈ കാണുന്നത്. വഴുവഴുപ്പുള്ള അപകടകരമായ പാറകൾ ഇവിടെ ധാരാളമുണ്ട്. ഇവിടെ നിന്ന് അറബിക്കടലിന്റെ മനോഹാരിത നമുക്ക് ആവോളം ആസ്വദിക്കാം. കടൽക്കാറ്റേറ്റ് ഇളകിയാടുന്ന തെങ്ങോലകളും തീരത്തോടണയുന്ന തിരമാലകളും എല്ലാം കൊണ്ടും അഴിമല ഒരു സുന്ദരി തന്നെയാണ്. അടുത്തൊരു വീഡിയോയുമായി എത്തും വരെ ബൈ ഫ്രം ടി ആൻഡ് മി വിഷൻ ട്രാവൽ ആൻഡ് വിഷൻ. Thank you.